നമസ്കാരം. ചൈനയുടെ മറ്റൊരു ചാരക്കണ്ണ് കൂടി ഇനി ലോകത്തെ നിരീക്ഷിക്കും. ഏഷ്യ പസഫിക് മേഖല കുറെ കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ കഴിയുന്ന അതിശക്തമായ ചാര ഉപഗ്രഹമാണ് ചൈന ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ആർക്കൊക്കെയാണിത് ഭീഷണി ഉയർത്തുക? അമേരിക്ക, ഇന്ത്യ, ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യങ്ങൾ, അങ്ങനെ നീണ്ടൊരു പട്ടിക തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായുണ്ട്. ചൈന വിക്ഷേപിച്ച ചാര ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇനിയുള്ള നീക്കങ്ങൾ? പരിശോധിക്കാം വിശദമായി തന്നെ. എന്നും അയൽരാജ്യങ്ങളുടെ ഭൂപ്രദേശം ചതിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന രാജ്യം, കുടിലതയുടെ പ്രതീകം, വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം, ചുരുങ്ങിയ വാക്കുകളിൽ ചൈനയെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം. അതാണ് നമ്മുടെ അനുഭവം. ഇന്ന് ബഹിരാകാശ രംഗത്ത് ചൈന അതിവേഗത്തിലുള്ള കുതിപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പിന് ഇത് വഴിവെക്കും എന്നത് തന്നെ. ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതായുള്ള വാർത്തകൾ ചൈന തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ചൈന ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതായി ഉറപ്പിക്കാവുന്ന വിവരങ്ങളാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചൈന ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ചൈന അതീവ രഹസ്യമായി ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തി. അവരുടെ ഏറ്റവും വലിയ റോക്കറ്റിൻ്റെ നവീകരിച്ച വേർഷനാണ് വിക്ഷേപിച്ചത്. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ചൈനയുടെ ഈ റോക്കറ്റ് വിക്ഷേപണത്തെ കാണുന്നത്. വിക്ഷേപണത്തിൻ്റെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. വിക്ഷേപണത്തിനായി തിരഞ്ഞെടുത്ത റോക്കറ്റ് തന്നെ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അവരുടെ ഏറ്റവും വലിയ ലോഞ്ചറായ ലോങ് മാർച്ച് 5ൻ്റെ നവീകരിച്ച പതിപ്പിലായിരുന്നു വിക്ഷേപണം. 200 അടി നീളമുള്ള ലോങ് മാർച്ച് 5 ചൈന ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ റോക്കറ്റാണ്. അതായത് സാധാരണ ഉപഗ്രഹമല്ല, വളരെ വലിയൊരു ചാര ഉപഗ്രഹം തന്നെയാണ് അവർ വിക്ഷേപിച്ചത് എന്ന് സംശയിക്കാനുള്ള ആദ്യ കാരണം ഇതാണ്. ചൈനയുടെ ഏറ്റവും നവീനമായ ചാര ഉപഗ്രഹമായ യവോഗാൻ 41 ആണ് ഈ റോക്കറ്റിൻ്റെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ചത് എന്നാണ് വിവരം. അവരുടെ ഏറ്റവും പുതിയ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ചാര ഉപഗ്രഹമാണിത്. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഏത് പോയിന്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന വലിയ ടെലിസ്കോപ്പ് ഈ ഉപഗ്രഹത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചൈന ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇത് സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപഗ്രഹമാണ് എന്ന്. സർവേക്കും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നാണ് അവർ പറയുന്നത്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് ഇത്. ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുക എന്നാണ് സിൻഹുവ, അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ റോക്കറ്റ് എന്തിനാണ് ഉപയോഗിച്ച് അതിനെ വിക്ഷേപിച്ചത്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. മുൻപും ഇത്തരത്തിലുള്ള പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഉപഗ്രഹങ്ങൾ ചൈന രഹസ്യമായി വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ആർട്സ് ടെക്നീസിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ ഏറ്റവും പുതിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമാണ് ആർട്സ് ടെക്നീസിയ. ഈ ചാര ഉപഗ്രഹം ചൈന വിക്ഷേപിക്കുവാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് സ്പെസിഫിക്കായി നമുക്ക് നോക്കാം. ഇന്തോ പസഫിക് മേഖല സദാ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ചൈന ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഭൂമിയുടെ ഭ്രമണത്തിന് അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഫോക്കസ് പോയിൻറ്റും ക്രമീകരിക്കുവാൻ കഴിയുന്നതാണ് ഈ ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത. ലക്ഷ്യസ്ഥാനം സ്വയം ഫോക്കസ് ചെയ്യുന്ന ഒരു സവിശേഷതയുണ്ട്. അതിലൂടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്തുവാൻ ഈ ഉപഗ്രഹത്തിന് കഴിയുന്നു. അതിനാൽ അണമുറിയാതെ, ഇടതടവില്ലാതെ ദൃശ്യങ്ങൾ ഇതിലൂടെ ചൈനയ്ക്ക് ലഭിക്കും. ഇത് ഇന്ത്യക്ക് ഭീഷണിയാണോ എന്നാണ് ചോദ്യമെങ്കിൽ അതേ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യമാണ് ചൈന. അടുത്തിടെ അതിർത്തിയിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് കുറച്ചു നാളായി അവർ അതിർത്തിയിൽ അടങ്ങി നിൽക്കുന്നത്. ഏതായാലും ചുട്ട മറുപടി ഗാൽവാനിൽ നമ്മൾ നൽകിയതിനെക്കുറിച്ചാണ് പരാമർശിച്ചത്. പിന്നെ മറ്റെന്തൊക്കെ നടപടി സ്വീകരിച്ചാലും ഇന്ത്യ വളരെ കരുത്തുറ്റ നിലപാട് സ്വീകരിച്ച് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. മികച്ച സൈനികർ ഇന്ത്യയുടേതാണ് എങ്കിലും ഇന്ത്യൻ പ്രതിരോധ രംഗത്തേക്കാൾ മികച്ച സാങ്കേതികത സ്വന്തമായുണ്ട് എന്നതാണ് ചൈനയുടെ മേൽക്കൈ, അല്ലെങ്കിൽ അവരുടെ ഒരു കരുത്ത്. ഇന്ത്യക്ക് മാത്രമല്ല, തായ്വാൻ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും ചൈന ഭീഷണി തന്നെയാണ്. എന്നാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ അപ്പുറത്തെ ജാഗ്രതയോടെ ചൈനയുടെ നീക്കത്തെ കാണുന്ന മറ്റൊരു രാജ്യമുണ്ട്, അമേരിക്ക. പുതിയ ചൈനീസ് ഉപഗ്രഹത്തെ നിരീക്ഷിക്കുവാൻ അമേരിക്കൻ പ്രതിരോധ വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. ബഹിരാകാശ രംഗത്ത് അമേരിക്കയ്ക്ക് ഒപ്പമെത്താനുള്ള എല്ലാ ശ്രമവും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ഇരു രാജ്യങ്ങളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലൂടെ മുന്നേറാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയവിനിമയം, സഞ്ചാരം, നിരീക്ഷണം, സൈനിക ആവശ്യങ്ങൾ എന്നീ മേഖലകളിൽ ഉപഗ്രഹങ്ങളിൽ നിന്നും ഉള്ള വിവരങ്ങൾ നിർണായകമാണ്. എതിർചേരിയിലുള്ളവരുടെ സൈനിക നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവയെ പ്രതിരോധിക്കുവാനും നടപടിയെടുക്കുവാനും ലോകരാജ്യങ്ങളെ സഹായിക്കുന്നത് അവരുടെ ഉപഗ്രഹങ്ങളാണ്, സൈനിക ചാര ഉപഗ്രഹങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ യുദ്ധങ്ങൾ ജയിക്കാൻ ബഹിരാകാശ രംഗത്തെ ആധിപത്യം നിർണായകമാണ്. അതിനാൽ മറ്റുള്ളവരുടെ പിന്തള്ളുവാൻ ചൈന സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും, ചൈനയെ തടയുവാൻ മറ്റുള്ളവരും. പക്ഷേ ആ ജാഗ്രതയുടെ ഗ്രാഫ് വളരെയേറെ ഉയർത്തേണ്ടതുണ്ട് ഇന്ത്യക്ക്. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലതാനും.